ഇതിലെ ഏറ്റവും അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഫ്രണ്ടിലെ ടയേഴ്സാണ്. ഏകദേശം 120/70 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയമെൻഷനാണ് ഇതിൻ്റെ ഫ്രണ്ട് ടയേഴ്സ് വരുന്നത്. അത്യാവശ്യം ഭീകര ലുക്കാണ് വണ്ടിക്ക് കൊടുക്കുന്നത്. നല്ല വിടുത്തുണ്ട് ടയറിന്, നിങ്ങൾ നേരിട്ട് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഹിമാലയനിൽ വരുന്ന അതേ 452cc പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്, ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അതിൻ്റെ റേഡിയേറ്റർ സംഭവങ്ങളൊക്കെ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ബൈക്ക് മൊത്തത്തിലൊരു അജൈൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതായത് കുറച്ചുകൂടി ക്യുക്കറായിട്ട് എടുത്തു പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയനിൽ കണ്ടിരുന്ന അതേ TFT ഡിസ്പ്ലേ ഈ ഒരു വാഹനത്തിലും വരുന്നുണ്ട്. നമുക്ക് കയറിയിരിക്കാനും ഓടിക്കാനും നമ്മുടെ ആ ഒരു അപ്രൈറ്റ് പൊസിഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്നാൽ ഹിമാലയനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ളൊരു റൈഡിങ് പോസ്റ്ററാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. മൊത്തത്തിലൊരു ഈസ്തറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ വണ്ടിയുടെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. സെഗ്മെൻറ്റിൽ ഇത്രയും വലിയൊരു ടയർ സൈസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുന്നംകുളത്തെ ഹെറിറ്റേജ് മോട്ടോഴ്സിലാണ്. എന്തായാലും ഈ ഒരു വണ്ടി ഓടിച്ചതിന് ശേഷമുള്ള ഒരു ഫുൾ റിവ്യൂ നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റയിലും ഉടനെ തന്നെ വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക.